മകളുടെ പ്രശ്നം തൻ്റേതായി ഏറ്റെടുത്ത് സ്വയം സമർപ്പിതയായ ഒരമ്മയുടെ അനുഭവമാണ് കനാന്യ സ്ത്രീയിൽ നാം കാണുന്നത്. ഭൂതബാധിതയായ തൻ്റെ മകളെ സുഖപ്പെടുത്തണമെന്നപേക്ഷിച്ച് യേശുവിൻ്റെ കാൽക്കൽ അവൾ വീഴുന്നു. യേശു നിശബ്ദനായി നിൽക്കുമ്പോൾ ശിഷ്യന്മാർ അസ്വസ്ഥരാകുന്നുണ്ട്. കാരണം വിജാതീയ സ്ത്രീയുടെ സാന്നിധ്യം അവരെ അങ്ങനെയാക്കി തീർക്കുകയാണ്. ആ സ്ത്രീയുടെ വിശ്വാസവും എളിമയും യേശുവിന് തിളക്കമുള്ളതായി തോന്നി. യേശു അവളുടെ അപേക്ഷ മാനിച്ച് അവളുടെ മകളെ സുഖപ്പെടുത്തുന്നു. അത്ഭുതകരമായ അനുഭവങ്ങൾക്ക് കാത്തിരിപ്പും പ്രാർത്ഥനയും പരിശ്രമവും അനിവാര്യമാണെന്ന് ആ കനാന്യ സ്ത്രീ ജീവിത സാക്ഷ്യമായി പ്രകടിപ്പിക്കുന്നു. അഭിനയമോ ആലങ്കാരികതയോ കൂടാതെ അചഞ്ചലമായി യേശുവിൻ ചാരെ നിൽക്കുന്നവർക്ക് അവൻ ഒരിക്കലും അകലെയല്ല എന്നും അവൾ തൻ്റെ പ്രവൃത്തിയാൽ നമ്മോട് പറയുന്നുണ്ട്. നായ്ക്കുട്ടിക്ക് സമമെന്ന പ്രയോഗ ഇകഴ്ത്തലിൽ അടിപതറാതെയും പരിഭ്രമിക്കാതെയും പരിതപിക്കാതെയും തളരാതെയും തൻ്റെ മകളുടെ രക്ഷപ്രാപ്തിക്കായി ക്രിസ്തുവിനെ പിന്തുടർന്ന് ആവശ്യത്തെ നേടിയ ഈ അമ്മ ആധുനിക സ്ത്രീത്വത്തോട് സംവേദിക്കുന്നുണ്ട്. തങ്ങളുടെ തലമുറകൾക്കായി നീതിപൂർവമായ പ്രത്യാശയും പരിശ്രമവും കാത്തിരിപ്പും ആവശ്യമാണെന്ന് ആ അമ്മ ഉദ്ബോധിപ്പിക്കുന്നു. കനാന്യ സ്ത്രീ ആയതുകൊണ്ട് തന്നെ യഹൂദന്മാരുടെ അടുക്കൽ വരാൻ സാമൂഹിക നിയമം അവളെ അനുവദിച്ചിരുന്നില്ല. എങ്കിലും അതിരുകൾ ഭേദിച്ച് അവൾ ക്രിസ്തുവിൻ ചാരെ വന്നിരിക്കുകയാണ്. ബാഹ്യരൂപം നോക്കി മനുഷ്യൻ ഓരോരുത്തരെയും വിധിക്കാറുണ്ട്. എന്നാൽ ദൈവം ഹൃദയത്തെയാണ് നോക്കുന്നത്. പുറം കാഴ്ചകളാൽ മനുഷ്യൻ തള്ളിക്കളഞ്ഞാലും തള്ളിപ്പറഞ്ഞാലും ഹൃദയങ്ങളെ നോക്കി സ്വീകരിക്കുന്ന ദൈവമുണ്ടെന്നും ആ ദൈവം എല്ലാവർക്കും സമീപസ്ഥനും സൗഖ്യദായകനുമാണെന്ന ഉൾക്കാഴ്ച ഈ നോമ്പുകാലത്ത് നാം തിരിച്ചറിയണം. കനാന്യ സ്ത്രീയിലെ വിശ്വാസവും സമർപ്പണവും എളിമയും താഴ്മയും നമുക്കും ധരിച്ച് ക്രിസ്തുവിൻ്റെ സമീപം നാം ആർജവമുള്ളവരായി നിൽക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.